ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിഷയങ്ങൾക്ക് നിശ്ചയമായി മറുപടി തന്ന് കർത്താവ് നമ്മെ ആദരിക്കും, മാനിക്കുമെന്ന് തിരുവഴുത്തിലൂടെ നമ്മോട് ഇടപെടുകയാണ്. ദൈവത്തിന് ജനമായി ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സപ്പെട്ടിരുന്ന ചെങ്കടലിന്റെ നടുവിലൂടെ ദൈവം അത്ഭുതം ചെയ്ത് അവരെ പുറത്തു കൊണ്ടുവന്ന് ആ ചെങ്കടലിലൂടെ ഉണങ്ങിയ പാത ഒരുക്കി അതിലൂടെ പുറത്തു കൊണ്ടുവന്ന് മുൻപോട്ടുള്ള അവരുടെ യാത്രയിൽ ഇപ്പോൾ അവർ ശൂർ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസമായി അവർക്ക് വെള്ളം കുടിപ്പാനില്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്കെതിരെ പിറുപിറുത്ത് നിൽക്കുന്ന ദൈവത്തോട് പിറുപിറുത്ത് നിൽക്കുകയാണ്. കാരണം അവർക്ക് കിട്ടിയ വെള്ളം കയ്പായതുകൊണ്ട് കുടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മോശ ദൈവത്തോട് നിലവിളിച്ച് ഈ ജനത്തിൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം അതിന് മറുപടി നൽകുന്നതാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നത്. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. അവന് മോശയ്ക്ക് ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിടുവാൻ കൽപ്പിച്ചപ്പോൾ കയ്പിനെ മധുരമാക്കി മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഇവരുടെ നാവ് കൊണ്ട് രുചിച്ചറിഞ്ഞതാണ് കയ്പാർന്ന വെള്ളം. കഴിഞ്ഞ നാളുകളിൽ ഇവരെ അത്ഭുതകരമായി നടത്തിയത് ഇപ്പോൾ മുൻപിലുള്ള പ്രതിസന്ധി കണ്ടപ്പോൾ, പ്രശ്നം കണ്ടപ്പോൾ അവർ മറന്നുപോകുക മാത്രമല്ല, ദൈവത്തോടും തങ്ങളെ നയിക്കുന്ന മോശയ്ക്കുമെതിരെ പിറുപിറുത്തതുപോലെ ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയത് പലപ്പോഴും മറന്നുപോയിട്ട് ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് എന്തു ചെയ്യുമെന്ന് ആവലാതി പൂണ്ട് നാം പലപ്പോഴും വിഭ്രാന്തി പൂണ്ട് നടക്കുന്നവരെ പോലെയാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ നാളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവം, കഴിഞ്ഞ നാളുകൾ നമ്മെ അത്ഭുതമാക്കിയ ദൈവം മുൻപോട്ട് നടത്താൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക. ഏത് വിഷയം കയ്പായിരിക്കുന്നു, ഏത് പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്നു, ഏത് വിഷയം ഇത് നടക്കത്തില്ലെന്നും നീ അനുഭവിക്കത്തില്ലെന്നും നീ നന്മ പ്രാപിക്കരുതെന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്നു, വിഷയത്തോട് മല്ലുപിടിക്കേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. വിഷയത്തോട് പരാതിപ്പെട്ട് മാറി നിൽക്കാതെ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവത്തോട് നിലവിളിക്കുന്നവരായി മാറുക. നിശ്ചയമായി നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം തൻ്റെ അത്ഭുതകരമായ കരം വെച്ച് കയ്പിനെ മധുരമാക്കി, പ്രതിസന്ധിയെ വഴിമാറ്റി, ദുർഘടങ്ങളെ നിരപ്പാക്കി മുൻപോട്ടുള്ള പ്രയാണത്തിന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹിത്വം നൽകി നമ്മെ വഴി നടത്തും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, വിശ്വാസത്തോട് തിരുവചനം ഏറ്റെടുക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. എല്ലാ ദുർഘടങ്ങളെയും വഴിമാറ്റി അവൻ നമ്മെ ജയാളികളാക്കി നടത്തും. കർത്താവിൻ്റെ അടുത്തേക്ക് അടുത്തു വരാം, തിരുമുഖത്തേക്ക് നോക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.